Hello children, let's do the question number 10 in exercise 8.3. Question is, the population of a place increased to 54,000 in 2003 at a rate of 5% per annum. Find the population in 2001. Second, what would be its population in 2005? അപ്പോൾ ഒരു പ്ലേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആ ഒരു കേസിൽ മാത്രമല്ല നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യുന്നത്. നമ്മൾ പോപ്പുലേഷൻ ഇൻക്രീസിങ് അതിൻ്റെയൊക്കെ ഒരു കേസിലും ഈ ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2003 പോപ്പുലേഷൻ ഇൻക്രീസിങ് എന്ന് പറയുന്നത് 54,000 ആണ്. ഒരു പ്ലേസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54,000 ആണ് ഇൻ 2003. അവിടുത്തെ ഇൻക്രീസ് ചെയ്യുന്ന പെർസെൻറ്റേജ് 5% ആണ്. 5% വെച്ചാണ് അവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദ പോപ്പുലേഷൻ ഇൻ 2001. ഓക്കെ, 2003 പോപ്പുലേഷനാണ് തന്നിട്ടുള്ളത്. 2001 പോപ്പുലേഷൻ എന്തായിരിക്കും, അതാണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. സോ അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് population in 2003 is 54,000. Okay, we have to find the population in 2001. Okay, and rate തന്നിട്ടുണ്ട്, that is R is 5%. ഇനി N നമുക്ക് നോക്കണം. So പോപ്പുലേഷൻ ഇൻ 2003 54,000 ആണ്. അതായത് 2001 എത്രയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ 5% ഇൻക്രീസ് ചെയ്തപ്പോഴാണ് 54,000 ആയത്. സോ ഈ ഗിവൺ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് എമൗണ്ട് ആണ് ഇവിടുത്തെ. എ ഈസ് 54,000 ആൻഡ് 2001 പോപ്പുലേഷൻ ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പാൾ പി. ഓക്കെ, സോ ആൻഡ് എൻ എന്തായിരിക്കും 2001 2003 എന്നും പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 2 years ആണ് അല്ലേ. സോ എൻ ഈസ് 2 years. ഓക്കെ, സോ എ ഈസ് 54,000. വി ഹാവ് ടു ഫൈൻഡ് പി. ഇവിടെ പി ആണ് നമുക്ക് കാണാനുള്ളത്. എ ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 all raised to n. Here A is given that 54,000 is equal to P is unknown. So P into 1 plus R is 5% by 5 by 100. Okay, 5 by 100 all raised to n is 2. That is 54,000 is equal to P into 1 plus 5 by 100 is 1 by 20 whole square. That is 54,000 is equal to P into 20 into 1 20, 20 plus 1 21, 21 by 20 whole square. That is 54,000 is equal to P into 21 by 20 into 21 by 20. നമുക്ക് പി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ബാക്കിയുള്ള നമ്പേഴ്സിനെ ന്യൂമറൽസിനെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 54,000 ഇൻറ്റു 21 by 20 ഈക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് റെസിപ്രോക്കലായിട്ട് മാറും. 20 by 21 ഇൻറ്റു എഗെയിൻ ഈ 21 by 20 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് റെസിപ്രോക്കലായിട്ട് 20 by 21 ആവും. ഈസ് ഈക്വൽ ടു പീനെ നമ്മൾ അവിടെ തന്നെ നിർത്തുകയാണ്. ഓക്കെ, സോ ഫ്രം ദിസ് നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 54,000 21 വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ 5 3 1 ടൈം, ബാലൻസ് 2 ഉണ്ടാവും. 2 4 24, 24 8 ടൈംസ് 0 0 0, 21 7 ടൈംസ്. അഗെയിൻ ഈ 21 18,000 കൂടെ ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 21 7 ടൈംസ്, 18 6 ടൈംസ്
and 000. Okay, that is 6000 into 20 by 7 into 20 by 7 is P. That is 6000 into 20 into 20 divided by 7 into 7 is 49. That is 6 into 2, 12, 12 into 2, 24. 24, how many zeros? 1, 2, 3, 4, 5. 5 zeros. By 49 is equal to P. ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 24,000 by 49 divide ചെയ്താൽ we get P as 48,979.59. Okay, so this P എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എടുത്തിരുന്നത്? P is the population in 2001. So P എന്ന് പറയുന്ന population ആണ്. അതുകൊണ്ട് here നമുക്ക് ഈ നമ്പറിനെ റൗണ്ട് ചെയ്ത് എഴുതാം അല്ലേ? So P is equal to 48980. Okay, that is population in 2001 is equal to 48,980. Second question is, we have to find the population in 2005. Okay, population in 2005. Okay, but 2001 നമുക്ക് കിട്ടി 2001 48980 ആണ്. And 2003 54,000 ആയിരുന്നു. Next we have to find the population in 2005. അപ്പോൾ നെക്സ്റ്റ് 2 years കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സെയിം ഡയറക്റ്റ് ഫോർമുല തന്നെ യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് P ഈസ് 54,000. ഓക്കെ, 2003 54,000 ആണ്. അപ്പോൾ നെക്സ്റ്റ് 2 years കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ദിസ് വിൽ ബി ദ പ്രിൻസിപ്പൽ. P ഈസ് 54,000, R ഈസ് 5% and N will be 2. 2 years കഴിഞ്ഞിട്ടുള്ളതാണ്. So N is 2. Now the formula is A is equal to P into 1 plus R by 100 whole raised to N, which is equal to P is 54,000 into 1 plus 5 by 100 whole raised to 2, which is equal to 54,000 into 1 plus 5 by 100 is 1 by 20 whole square, and this is 54,000 into, this can be written as 21 by 20 into 21 by 20. നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. 0 0 0 0. again 5 14 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 2 times, 14 7 times and 0 here, and this 2 and this 270 can be cancelled. 1 3 5, that is 135 into 21 into 21. Okay, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 59,535. so therefore the population in 2005 is equal to 59,535. Next question. In a laboratory, the count of bacteria in a certain experiment was increasing at the rate of 2.5% per hour. Find the bacteria at the end of 2 hours if the count was initially 5,06,000. ഒരു ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആണ്. ഇതും ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ മുമ്പ് പറഞ്ഞിരുന്നു. സോ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിൽ ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യുന്നത്, ആ എക്സ്പെരിമെൻറ്റിൽ ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യുന്നത് 2.5% വെച്ചിട്ടാണ്. ഓരോ അവർ കഴിയുമ്പോഴും, പെർ അവറാണ്, ഓരോ അവർ കഴിയുമ്പോഴും 2.5% വെച്ച് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ബാക്ടീരിയ അറ്റ് ദി എൻഡ് ഓഫ് 2 hours. ഓക്കെ, 2 hours കഴിഞ്ഞാലുള്ള ബാക്ടീരിയയുടെ നമ്പർ ഓഫ് ബാക്ടീരിയ ആണ് നമുക്ക് കാണാനുള്ളത്. ഇഫ് ദ കൗണ്ട് ഇനീഷ്യലി വാസ് 5,06,000. 5,06,000 ഉള്ള സമയത്ത് നിന്ന് 2 hours കഴിഞ്ഞാൽ എത്ര
ബാക്ടീരിയാസ് വന്നിട്ടുണ്ടാവുമെന്നാണ് നമുക്ക് കാണാനുള്ളത്. സോ ലെറ്റ്സ് യൂസ് ദ സെയിം ഫോർമുല. So here P will be 5,06,000 and R is 2.5% per hour. ഇവിടെ hourലാണ്, year അല്ല. And N is 2 hours. So let's use the formula. A is equal to P into 1 plus R by 100 whole raised to N. Here P is 5,06,000 into 1 plus R is 2.5 by 100 whole raised to 2, which is equal to 5,06,000 into 1 plus 2.5 we can write as 25 by 10 into 1 by 100. 1 by 100 എന്ന് പറയുന്നത് ഈ 100 ആണ് കേട്ടോ, ഹോൾ സ്ക്വയർ, which is equal to 5,06,000 into 1 plus ഈ 25ഉം 10ഉം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. That is 5 times 2 times, and this 5 and 100 can be cancelled. 5 will 1 time and 100 will 20 times. That is 1 by 2 into 1 by 20, which is equal to 5,06,000 into 1 plus 1 by 40 whole square, which is equal to 5,06,000 into 40 into 1 40, 40 plus 1 41, 41 by 40 square. That is 5,06,000 into 41 by 40 into 41 by 40. 0 0 can be cancelled. Then 4 നമുക്ക് ചെയ്യുമ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയി നോക്കുമ്പോൾ 2 times. Here 2 times, 10 5 times, 6 3 times and 0. Again cancel ചെയ്യാം. 2 1 time, 5 2 times, 13 6 times, 10 5 times. That is 1265 into 41 into 41 by 4. So first you multiply these numbers. 1265 into 41 into 41. Then കിട്ടിയ ആൻസറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. We get 531616.25. This is the number of bacteria after 2 hours. Now see the 12th question. A scooter was bought at 42,000. ഒരു സ്കൂട്ടർ വാങ്ങിച്ചത് 42,000 റുപ്പീസിനാണ്. ഇറ്റ്സ് വാല്യൂ ഡിപ്രീഷിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനുവം. ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ആഫ്റ്റർ 1 year. ആ സ്കൂട്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓരോ ഇയർ കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. ഡിപ്രീഷിയേറ്റഡ് മീൻസ് ഡിക്രീസിങ്. ഓക്കെ, ഡിപ്രീഷിയേറ്റഡ് മീൻസ് കുറഞ്ഞു വരികയാണ്. ഹൗ മെനി പെർസെൻറ്റേജ്? 8%. ഓക്കെ, ഓരോ ഇയർ കഴിയുമ്പോഴും 8% കുറഞ്ഞു വരികയാണ് ആ സ്കൂട്ടറിൻ്റെ. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ആഫ്റ്റർ 1 year. സോ പി ഈസ് ഈക്വൽ ടു 42,000, ആറ് റേറ്റ് 8% ആൻഡ് എൻ ഈസ് 1. ഇനി ഫോർമുലയുടെ കേസിൽ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് സേസ് ദാറ്റ് ദ വാല്യൂ ഈസ് ഡിപ്രീഷിയേറ്റഡ്. ഡിപ്രീഷിയേറ്റഡ് മീൻസ് ഡിക്രീസ്ഡ് അല്ലേ, കുറഞ്ഞു വരിക. ഈ ഒരു കേസിൽ നമ്മുടെ ഫോർമുല വരുന്നത് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ. ഓക്കെ, ഇവിടെ ഒരു മൈനസ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളാണ് ഇത്രയും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസ് ചെയ്യുന്ന കേസിൽ വി ക്യാൻ ദ സിമ്പിൾ സൈൻ വിൽ ബി മൈനസ്. ഓക്കെ, എ ഇൻറ്റു പി, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ. സോ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് r by 100 whole raised to n, which is equal to p is 42,000 into 1 minus 8 by 100 whole raised to 1, which is equal to 42,000 into 1 into 100 100, 100 minus 8, 100 minus 8 is 92 by 100 whole raised to 1. Okay, here 1 into 100 100, 100 minus 8 ആണ് വരിക. 100 minus 8 is 92. Okay, which is equal to 42,000 into 92 by
100. So these two zeros can be cancelled, which is equal to 420 into 92. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 38,640. സോ ആഫ്റ്റർ 1 ഇയർ ആകുമ്പോൾ ആ സ്കൂട്ടറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് 38,640. സോ അവർ ചാപ്റ്റർ 8 is finished. Next class we can discuss the next chapter. Thank you.